ഭൂമിയിൽ വെച്ച് നടക്കേണ്ട കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്തയിൽ സദാസമയവും നിറഞ്ഞു നിൽക്കേണ്ട അതീവ ഗൗരവമുള്ള ഒരു കാര്യമാണ് അവനവന്റെ മരണവും മരണാനന്തര കർമ്മങ്ങളും, മരണത്തിന് ശേഷമുള്ള ഖബറും ബർസഖി ജീവിതവും പരലോകവും ഒക്കെ. ഇങ്ങനെ ഒരു ബോധം മനുഷ്യരിൽ ഉണ്ടാവുമ്പോൾ മാത്രമാണ് അയാൾ ഹിദായത്ത് കിട്ടിയവനായി പരിഗണിക്കുകയുള്ളൂ. അവന്റെ ഈമാൻ അല്ലെങ്കിൽ അവന്റെ അള്ളാഹുവിലുള്ള വിശ്വാസം മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു 4 ഫർളുകളുണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മറ്റു വിശ്വാസികൾ നിർവഹിക്കേണ്ടതായി. ഫർള് കിഫായ ആണെങ്കിലും ഇത് ഫർള് തന്നെയാണ്. ഈ 4 ഫർളുകളും ഇന്ന് വിശ്വാസി സമൂഹത്തിന് നഷ്ടപ്പെട്ടു പോവുകയും അത് പൗരോഹിത്യം കൈയടക്കുകയും ചെയ്തു കഴിഞ്ഞ കാര്യങ്ങളാണ്. മുസ്ലിം സമുദായത്തിലും വളരെ വലിയൊരു ഭാഗം അങ്ങനെ തന്നെയാണ്. അത് തിരിച്ചു പിടിക്കുക എന്നത്, പൗരോഹിത്യത്തിൽ നിന്ന് അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് ഓരോ വിശ്വാസിയുടെയും നിർബന്ധമായ ബാധ്യതയാണ്. 4 ഫർളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒന്നാമത്തെ ഫർളാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരം വൃത്തിയാക്കി കൊടുക്കുക, മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറയും. ഇത് ആര് ചെയ്യണമെന്ന് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. ഏറ്റവും അടുത്ത ആളുകളാണ് അത് നിർവഹിക്കേണ്ടത്. ഭാര്യയാണ് മരിച്ചതെങ്കിൽ ഭർത്താവ് തന്നെയാണ്. അതേപോലെ തന്നെ മക്കളാണ്. ഉമ്മയാണ് മരിച്ചത് എങ്കിൽ ഏറ്റവും അടുത്ത പെൺമക്കളും അതുപോലുള്ള ആളുകളും ഒക്കെയാണ് അത് നിർവഹിക്കേണ്ടത്. ഇത് നിർവഹിക്കുവാൻ പറ്റാത്ത വിധം അല്ലെങ്കിൽ കഴിയാത്ത വിധം ആണ് ഒരാൾ ഒരു കുടുംബത്തെ പോറ്റി വളർത്തിയതെങ്കിൽ അയാൾ നഷ്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഇന്ന് പൗരോഹിത്യം നമ്മളാരും ചെയ്താൽ ശരിയാവൂല എന്ന് പറഞ്ഞുകൊണ്ട് പൗരോഹിത്യം അതിനെ സ്വന്തമാക്കിയിരിക്കുന്നു. ഒരുപാട് സുന്നത്തായ കർമ്മങ്ങൾ പറഞ്ഞ് പെരുപ്പിച്ച് അവസാനം നിർബന്ധമായി ചെയ്യേണ്ട കർമ്മങ്ങൾ പോലും അതിന്റെ രീതിയിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരവസ്ഥ. അതിനാണ് കുളിപ്പിച്ച് കുട്ടിയില്ലാതാക്കുക എന്നൊരു പ്രയോഗം. ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്ന് പറയുന്ന പോലത്തിൽ കാര്യങ്ങൾ കൊണ്ടു നടന്ന് യഥാർത്ഥത്തിൽ അത് നിർവഹിക്കേണ്ട ആളുകളിലേക്ക് അത് കൈമോശം വന്ന് പോയിരിക്കുന്നു. ക്രിസ്ത്യാനികളെ പോലെ, ജൂതന്മാരെ പോലെ, ഹൈന്ദവരെ പോലെ, മറ്റ് മതസ്ഥരെ പോലെ തന്നെ മുസ്ലിം സമുദായത്തിനും ഈ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മയ്യത്ത് കുളിപ്പിക്കുക എന്ന് പറയുന്നത് ഫർളായ ഈ കർമ്മം അത് പൂർത്തിയാവണമെങ്കിൽ ഇതാ എന്റെ വാപ്പയുടെ അല്ലെങ്കിൽ എന്റെ മകന്റെ അല്ലെങ്കിൽ എന്റെ അങ്ങനെ സഹധർമ്മിണി ആരാണെങ്കിലും അവരുടെ മയ്യത്തിന്റെ ഫർളായ കുളിയെ ഞാനിത് കുളിപ്പിക്കുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ ആ ഉദ്ദേശത്തോടു കൂടി ഒന്ന് വെള്ളം ഒഴുക്കിയാൽ തന്നെ ഫർദ് വീടിക്കഴിഞ്ഞു, ഫർദ് അവിടെ കഴിയും. എല്ലായിടത്തും വെള്ളം എത്തി എന്നൊന്ന് ഉറപ്പാക്കിയാൽ മതി. മനുഷ്യൻ ജനാബത്ത് കുളിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. വലിയ അശുദ്ധി ഉണ്ടാകുമ്പോൾ കുളിക്കുമ്പോൾ എന്താണ്, അയാളുടെ ശരീരത്തിൽ മുഴുവനും വെള്ളം എത്തിയാൽ ഫർദ് വീടി. ബാക്കി കഴുകലും വൃത്തിയാക്കലും ഒക്കെ സുന്നത്തായ കർമ്മമാണ്. സുന്നത്തായ കർമ്മത്തിന് പ്രാധാന്യമില്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കണം. പ്രാധാന്യമുണ്ട്, പക്ഷെ അത് സുന്നത്താണ്. ആ സുന്നത്തിന്റെ പേരും പറഞ്ഞ് ഫർദ് കഷ്ടപ്പെടരുത്. പാപ്പയെ കുളിപ്പിക്കുക, മകനെ കുളിപ്പിക്കുക, ഇണയെ കുളിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതയാണ്. അവരോടുള്ള ബാധ്യത നമ്മൾ തന്നെയാണ് നിർവഹിക്കേണ്ടത്. അത് നഷ്ടപ്പെടുന്ന കോലത്തിൽ സുന്നത്ത് പറഞ്ഞ് പെരുപ്പിക്കുവാൻ നമ്മൾ അനുവദിക്കരുത്. ബാക്കി കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധിച്ച് വൃത്തിയായി തന്നെ ചെയ്യണം. അത് അഥവാ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ വെള്ളമൊഴിച്ച് കുളിപ്പിച്ച് തവർത്തി കൊടുക്കുന്നത് മകനാവുക എന്ന് പറയുന്നത്, വാപ്പയാവുക എന്ന് പറയുന്നതിന്റെ ഗൗരവം അതിന് കൊടുക്കേണ്ടത്. സുന്നത്തായ കർമ്മത്തിന്റെ പ്രത്യേകത എന്താണ്? ഫിഖ് പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, എടുത്താൽ കൂലിയുണ്ട്, പക്ഷെ എടുത്തിട്ടില്ലെങ്കിൽ ഒരു കുറ്റവും ഇല്ലാത്തതാണ്. എന്നാൽ വാപ്പയുമായിട്ടുള്ള, ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വസ്വാസുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പുരോഹിതന്മാർ കൊണ്ടുവന്ന് കൈയടക്കി പോകുന്ന
അതിന്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോവൽ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കർമ്മമാണ് കഫൻ ചെയ്യുക എന്ന് പറയുന്നത്. അത് ഏറ്റവും അടുത്ത ബന്ധുവാണ്, ഏറ്റവും അടുത്ത ആളുകളാണ് അത് നിർവഹിക്കേണ്ടത്. അത് കഫൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അതിനും ഒരുപാട് സുന്നത്തുകൾ പറഞ്ഞ് അങ്ങോട്ട് പെരിപ്പിച്ചിട്ട് അവസാനം ആ കർമ്മം തന്നെ നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കുടുംബത്തിൽപ്പെട്ട രക്തബന്ധുക്കൾക്കും അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആകെ ഒരു തുണി എടുത്തിട്ട് ഒന്ന് മൂടി പൊതിഞ്ഞാൽ കഫൻ ചെയ്യലായി. അതാണ് ഫർദ്. ശരീരം മുഴുവനും മൂടണം. ഇനി അഥവാ മൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിനും മാതൃക ഇസ്ലാമിൽ കാണിച്ചു തന്നിട്ടുണ്ട്. തലഭാഗം മൂടുക. ആ ഒരു തുണി കൊണ്ട് തലഭാഗം മൂടി ബാക്കിയുള്ള ഭാഗം കൊണ്ട് പുല്ല് വെച്ച് കെട്ടി മയ്യത്ത് കഫൻ ചെയ്ത് പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫർദ് എടുക്കുന്നതിന് പകരം എന്താണ്? അത് അവിടെ അങ്ങനെ മുറിക്കണം, ഇങ്ങനെ മുറിക്കണം, എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ ആരോ ഉണ്ടാക്കിയ ഒരു രീതി അനുസരിച്ച്. എല്ലാ രാജ്യത്തും ഇതുപോലൊന്നുമല്ല. വേറെ രാജ്യത്ത് പോയാൽ വേറെ രീതിയാ. അതുകൊണ്ട് തന്നെ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാം എന്ന് പഠിപ്പിച്ച് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചതൊന്നുമല്ല കാര്യങ്ങളൊക്കെ. അതാ അർത്ഥത്തിൽ അതിൽ ചില നിർദ്ദേശങ്ങളും വഴികളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടാവും. എന്ന് കരുതി ഈ ഫർദായ ഈ മൂടുന്ന പണി സ്വന്തം പിതാവിന് അത് മൂടിക്കൊടുക്കുന്ന ഒരു തുണി കൊണ്ട് കഫൻ ചെയ്തു കൊടുക്കുന്ന കർമ്മം ഏറ്റവും മൂത്ത മകൻ ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, അത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടതാണ്. കാരണം എന്താണ്? ഈ സ്വത്തും പറമ്പും വിഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടാക്കി വെച്ച ഈ പിതാവിന് ഇനി ഈ ഭൂമുഖത്ത് 3 കഷ്ണം തുണി പോലും ഞാൻ കൊടുത്തെങ്കിലേ ഉള്ളൂ. മാത്രമല്ല എനിക്ക് അദ്ദേഹത്തിന് കൊണ്ടുപോകാവുന്ന ഒരേ ഒരു കർമ്മമേ ഭൂമുഖത്തുള്ളൂ. അതാണ് ഈ കർമ്മം. എനിക്ക് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ഞാൻ അതിനെ കുളിപ്പിക്കുന്നു. പ്രാർത്ഥനാ നിർഭരമായ പിടയുന്ന നെഞ്ചുമായി, അതേപോലെ ആ ഇടനെഞ്ചുമായി അതിനെ കഫൻ ചെയ്തു കൊടുക്കുന്നു. ഈ ഒരു വലിയ സാധ്യത, വലിയൊരു കാര്യം നഷ്ടപ്പെടുന്ന കോലത്തിൽ സുന്നത്തുകളെ പെരിപ്പിക്കുക എന്നത് പൗരോഹിത്യത്തിന്റെ പണിയാണ്. നമ്മൾ മനസ്സിലാക്കണം, പൗരോഹിത്യം അങ്ങനെയാണ്. ഈ പറയണ ഇത് വലിയ ഗൗരവമാണ് എന്ന് പറയുന്ന ആളുകളെ നിങ്ങൾ പരീക്ഷിച്ചോ. അദ്ദേഹം ഫർളുകൾക്ക്, ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾക്ക് പോലും, എല്ലാവരെയും കുറിച്ചല്ല പറയുന്നത്, എല്ലാവരെയും കുറിച്ചല്ല, ഭൂരിപക്ഷ പണ്ഡിതനും ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിന്റെ മർമ്മത്തിന് പോലും പ്രാധാന്യം കൊടുക്കാത്തവരാണവർ. ഉദാഹരണം പറയുകയാണെങ്കിൽ സക്കാത്ത്. 8 അവകാശികൾക്ക് സക്കാത്ത് എത്തണമെന്ന് ഒരു നിർബന്ധവും ഇല്ലാത്ത പണ്ഡിതനാണ് ഇതിനെക്കുറിച്ച് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് തട്ടിയെടുക്കുന്നത്, നമ്മളിൽ നിന്ന് തട്ടിയെടുക്കുന്നത്. ഇസ്ലാമിക ശരീഅത്തിന്റെ കാര്യത്തിൽ ഒന്നുകിൽ അദ്ദേഹം നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുകയില്ല, അല്ലെങ്കിൽ അയാൾ പങ്കാളിയാവുന്ന പ്രസ്ഥാനം, സംഘടന ശരീഅത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവില്ല. രാജഭരണമായിരിക്കും കൊണ്ടു നടക്കുന്നത്. അതേപോലെ വേറെ കുറെ ആധിപത്യങ്ങളായിരിക്കും കൊണ്ടു നടക്കുന്നത്. ഇസ്ലാമിക ലാ ഇലാഹ ഇല്ലല്ലഹിൽ നിലപാട് സ്വീകരിക്കാത്തവർ സുന്നത്തിന്റെ പ്രാധാന്യവും അതിന്റെ മർമ്മവും പറഞ്ഞ് നമ്മളെ സമീപിച്ചിട്ട് ഏറ്റവും വലിയ അവസാനമായി ബാക്കി വെക്കുന്ന മയ്യത്ത് നമസ്കാരം ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോകുന്നത് ജാഗ്രതയോടുകൂടി കാണാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കഫൻ ചെയ്യുക എന്ന് പറയുന്നത് ഒരു തുണി കൊണ്ട് 2 ഭാഗവും പിടിച്ച് കെട്ടലാണ്, അത്രയും മതി. അതുണ്ടെങ്കിൽ അങ്ങനെയല്ല, അതിനേക്കാളും മോശപ്പെട്ട രീതിയിലൊക്കെ കോവിഡ് കാലത്ത് ഇവിടെ നടന്നിട്ടുണ്ട്. കോവിഡ് കാലത്ത് എല്ലാം നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പറമാടിയിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ്. അങ്ങനെ ഉന്തി തള്ളിയിട്ടിട്ട് അതിലേക്കിട്ട് മൂടിയ അവസ്ഥകൾ വരെ, കഫൻ ചെയ്യൽ പോയിട്ട് ഒന്നും ചെയ്യാതെ അങ്ങനെ വരെ ചെയ്യുന്ന കാലഘട്ടങ്ങളൊക്കെ ഭൂമുഖത്ത് വരും. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, ഇതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടണം. നമുക്ക് കിട്ടണം അതിനെ. കഫൻ ചെയ്യൽ നമ്മളാണ് നമ്മളുടെ വാപ്പക്ക്, ഉമ്മക്ക്, നമ്മളുടെ ഭാര്യക്ക്, നമ്മുടെ മക്കൾക്ക്, മകന് ഒക്കെ നമ്മളാണ് ചെയ്യേണ്ടത്. നമ്മളത് തിരിച്ചു പിടിക്കണം, വിട്ടുകൊടുക്കരുത്. അതേപോലെ തന്നെ മയ്യത്ത് നമസ്കാരത്തിന്റെ ഇമാമത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ സൂചിപ്പിച്ചു, ആ ഇമാമത്തിൽ മയ്യത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന എത്ര ഗൗരവമുള്ളതാണ്. ഇനി പ്രാർത്ഥനയേ ഉള്ളൂ. മനസ്സറിഞ്ഞുകൊണ്ട് വാഹിദുകളായ ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. അത് 3 തക്ബീറിൽ ചെല്ലുന്ന പ്രാർത്ഥനകൾ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. നാലാമത്തെ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര അർത്ഥവത്തായ പ്രാർത്ഥനകളാണെന്നൊക്കെ നോക്കും നിങ്ങൾ. അല്ലാഹുമ്മ ലാ തുഹജ്ജിംനാ അജ്റഹു വലാ തഫ്തിനാ ബഅദഹു വഗ്ഫിർ ലനാ വലഹു. അല്ലാഹുവേ, ഇതിന്റെ പ്രതിഫലം അതൊരു മകൻ പറയുന്നതും ഇയാളെ ഒരർത്ഥത്തിലും പരിചയം പോലും ഇല്ലാത്ത, അന്ന് വന്ന ഉസ്താദായിരിക്കും, എവിടുന്നോ കയറി വന്ന അദ്ദേഹം വലിയ സംഭവമായിരിക്കും. പക്ഷേ ഇയാളുടെ മകൻ അറിയുന്നത് പോലെ ഇയാൾ അറിയില്ല. ഇയാളുടെ ജ്യേഷ്ഠനും അനിയനും അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കും അറിയുന്നത് പോലെ ഇയാൾ അറിയില്ലല്ലോ, ഉറപ്പല്ലേ? അതുകൊണ്ട് ആ നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത്.
അത് ശരിയായതൊക്കെ ശരിയായോ എന്ന് പറയുന്നത് എല്ലാത്തിനും ബാധകമാണ്. അതുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഇത് ഉച്ചരിക്കുക എന്ന് പറയുന്നത് അതിന്റെ രീതിയിൽ മുൻകൂട്ടി അത് പ്ലാൻ ചെയ്ത് ആഗ്രഹിച്ച് മക്കളുടെ കാര്യത്തിലൊക്കെ അത് അവർക്ക് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അത് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഇതല്ലാത്ത വേറൊന്നില്ലല്ലോ. അത് നേടിയെടുത്തേ പറ്റൂ. ഇവിടുന്ന് അങ്ങോട്ടുള്ള കവാടങ്ങൾ ശരിയാവണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹുവേ, ഇതിന്റെ പ്രതിഫലം ഞങ്ങൾക്ക് നീ തടയരുത്. ഈ ഉപ്പാക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ കർമ്മം, ആ കർമ്മത്തിൽ ഞാൻ ഈ ചൊല്ലിയ അതേ പ്രാർത്ഥനകളും അതേപോലെ സൂറത്തു ഫാത്തിഹയും അതേപോലെ സലാത്തും അതേപോലെ തക്ബീറും ഒക്കെ ഉൾപ്പെടെയുള്ള കർമ്മങ്ങൾ, അതിന്റെ പ്രതിഫലം ഞങ്ങൾക്കും തരണേ. ഞങ്ങൾക്കും ഈ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടിയുള്ള ഒരു നമസ്കാരമായിക്കൊണ്ട് ഞങ്ങൾക്കും ഇത് നൽകണമേ, അല്ലെങ്കിൽ പ്രതിഫലമായി നൽകണമേ. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹം ഒരു മഹാവ്യക്തിത്വമായിരിക്കും, പിതാവായിരിക്കാം, മകനായിരിക്കാം. അദ്ദേഹത്തിന്റെ കാലശേഷം ഞങ്ങളെ നീ വഴികേടിലാക്കരുതേ. ഞങ്ങളുടെ അതിനുശേഷവും ഞങ്ങൾ ഏറ്റവും വലിയ സന്മാർഗത്തിൽ അടിയുറപ്പിച്ചു നിർത്തേവൻ അദ്ദേഹത്തിന് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ തമ്പുരാനെ. ഞങ്ങളിലെ വീഴ്ചകൾ നീ പുറത്തു തരണേ തമ്പുരാനെ. അതോടൊപ്പം തന്നെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഹജ്ജിൽ ഈ പ്രാർത്ഥന മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ. വിശുദ്ധ ഖുർആൻ ഹജ്ജുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ഈ പ്രാർത്ഥന കൂടി നമ്മൾ ഉച്ചരിക്കുന്നുവെങ്കിൽ ദുനിയാവിലെ ഇഹ്സാൻ, അതേ ഇഹ്സാൻ തന്നെ ആഖിറത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ അർത്ഥത്തിൽ നരകവിമുക്തിക്ക് വേണ്ടി വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് സലാം വീട്ടുന്നു. ഈ കർമ്മം വേറൊരാൾക്ക് വിട്ടുകൊടുക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കണം. അത് ആരെങ്കിലും നടത്തപ്പെടുന്ന ഒരവസ്ഥ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകരുത്. റബ്ബേ, ഏറ്റവും സ്വീകാര്യമായ ആളുകളുടെ കരങ്ങളിലേക്ക് എന്റെ മയ്യത്തിന് നീ എത്തിക്കണമേ. അവരാൽ എന്നെ കുളിപ്പിക്കപ്പെടണമേ. ഏറ്റവും സ്വീകാര്യമായ പ്രാർത്ഥന എനിക്ക് ലഭ്യമാവണേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മയ്യത്ത് സംസ്കരണത്തിൽ നമ്മൾ പങ്കെടുക്കേണ്ടത്. ആ ഓരോ പങ്കാളിത്തത്തിനും ഒന്ന് തുടർന്ന് മയ്യത്ത് നമസ്കരിച്ചാൽ തന്നെ ഉഹുദ് മലയോളം പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അത് ഖബർ വരെ പിന്തുടർന്ന് അതിന്റെ പൂർത്തീകരണം കൂടി നടത്തുകയാണ് എങ്കിൽ അവർക്ക് 2 ഉഹുദ് മലയോളം, ഒന്നിലധികം ഉഹുദ് മലയോളമുള്ള പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. മാത്രമല്ല, അതെങ്ങാനും മരിച്ചത് ഒരു കുട്ടിയാണ് എങ്കിൽ, പ്രായപൂർത്തിയെത്താത്ത, ജനിച്ച അന്ന് തന്നെ ഉൾപ്പെടെയുള്ളതാണെങ്കിലും, അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്താത്ത അവസ്ഥയിൽ ഒരു കുട്ടിയാണ് എങ്കിൽ ആ മരിച്ച ആ 4ാമത്തെ തക്ബീറിലെ അല്ലെങ്കിൽ 3ാമത്തെ തക്ബീർ കഴിഞ്ഞിട്ടുള്ള ആ പ്രാർത്ഥന നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങൾ അല്ലാഹുവേ, ഇതിനെ ഞങ്ങൾക്കൊരു മുൻഗാമിയാക്കണം. ഞങ്ങൾ അങ്ങോട്ട് വരാൻ പോവുകയാണ്. അതുകൊണ്ടാണല്ലോ മയ്യത്ത്, മഹാന്മാരുടെ മയ്യത്ത് കബറടം കണ്ടു കഴിഞ്ഞാൽ അസ്സലാമു അലൈക യാ അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ അൻതും ഫറതുനാ നഹ്നു ലക്കും തബഉൻ നസ്അലുല്ലാഹ ലനാ വ ലക്കുമുൽ ആഫിയ. ഏറ്റവും മഹത്വവത്തായ പ്രാർത്ഥന. നിങ്ങൾ മുന്നേ പോയി, ഞങ്ങളിതാ നിങ്ങളുടെ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നവരാണ്. അൻതും ഫറതുനാ നഹ്നു ലക്കും തബഉൻ. ഞങ്ങൾ നിങ്ങളെ പിൻഗാമികളാണ്, നിങ്ങളുടെ പിന്നാലെ ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പം വരാനുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള, അങ്ങനെ ഞങ്ങൾ മുൻകൂട്ടി ഞങ്ങൾക്ക് ചെല്ലാനുള്ളിടത്തേക്ക് അയച്ച ഒരു മകനെ കുറിച്ച് ഒരു പിതാവ് പറയേണ്ടതാണ്. ഒരു ചെറുപ്പത്തിൽ മരിച്ചുപോയ മക്കളാണ് എങ്കിൽ ഈ പ്രാർത്ഥനയും കൂടി ഇതൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാനമായിട്ട്, ഒരു സ്വത്തായിട്ട്, ഏറ്റവും വലിയൊരു നിക്ഷേപമായിട്ട് ഞാനിതാ എന്റെ ഈ മകനെ, അല്ലെങ്കിൽ ഞങ്ങൾക്കിതാ, ഞങ്ങളൊന്ന് വിശ്വാസി സമൂഹം ഒന്നിച്ചതാ ഈ ചെറിയ കുട്ടിയെ ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരു നിക്ഷേപമായിട്ടിതാ നിന്റെ അടുത്തേക്ക് കൊടുത്തയക്കുന്നു എന്ന് പറയുകയാണ്. മാത്രമല്ല ഇതിനെ ഞങ്ങൾക്കൊരു മുൻഗാമിയും പൂർവ്വ സുഹൃതവും ഞങ്ങൾ മുൻകൂട്ടി തന്നെ ചെയ്ത് സൂക്ഷിച്ചു വെച്ച ഒരു സൽക്കർമ്മമായിട്ട് ഇതിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങൾ ഇതൊരു നിക്ഷേപമായിട്ട് നീ സ്വീകരിക്കണമേ. ഇതൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലുന്ന, നോക്കൂ നിങ്ങൾ, ഇത് കിട്ടിയ ഒരു മനുഷ്യൻ, ഒരു മതവിഭാഗവും ഇത് കിട്ടാത്തൊരു മതവിഭാഗം ഒരുപോലെയാണോ? അവർക്കൊക്കെ മക്കൾ മരിച്ചാൽ മരിച്ചങ്ങ് പോവുകയാണ്. എന്നാൽ അങ്ങനെയല്ല. ഇതൊരു നിക്ഷേപമാണ്, ഒരു പൂർവ്വ സുഹൃതമാണ്. അതേപോലെ തന്നെ ഒരു ഇതിനെ സംബന്ധിച്ചിടത്തോളം മുൻകൂട്ടി അയക്കുന്ന, ഏറ്റവും അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന ഏറ്റവും വലിയ സൽക്കർമ്മമായിട്ടാണ് അള്ളാഹു ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതൊക്കെ മക്കൾക്കും അതേപോലെ തലമുറകൾക്കും കൈമാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, പണ്ഡിതന്മാർ സ്വന്തത്തിന് വേണ്ടിയുള്ള മയ്യത്ത് നമസ്കാരം കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾ നേടിയെടുക്കണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. കഠിനാധ്വാനത്തിലൂടെ അവനവന്റെ മയ്യത്ത് നമസ്കാരത്തെ കുറിച്ച് നല്ല ധാരണ വേണം.
അതെങ്ങനെയായിരിക്കണം? അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. എന്റെ മയ്യത്തും എന്റെ കബറടക്കവും പുണ്യകരമാക്കാത്ത ഒരു പ്രവർത്തനത്തിൽ, ഒരു നോട്ടത്തിൽ, ഒരു ചിന്തയിൽ, ഒരു ഇടപാടിൽ എന്നെ പെടുത്തരുതേ തമ്പുരാനെ. എന്റെ എല്ലാ കർമ്മങ്ങളും ഒരേ ഒന്നിലേക്ക് കേന്ദ്രീകരിച്ച് തരേണമേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതെന്റെ കബറടക്കത്തിനും മരണത്തിനും ഉതകുന്നതാണോ എന്ന് നോക്കിക്കൊണ്ട് ചിന്തകളെ പോലും നമ്മൾ രൂപപ്പെടുത്താൻ പാടുള്ളൂ. അങ്ങനെയുള്ള ചിന്തിക്കുന്ന, മരണത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി നടക്കുന്ന മുഖ്ലിസീങ്ങളായ ആളുകളുടെ കൂട്ടുകെട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് മരണത്തിലുള്ള തയ്യാറെടുപ്പാണ്. അത്തരക്കാരായിരിക്കണം നമ്മളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കർമ്മങ്ങളിലൂടെയും ബന്ധങ്ങളിലൂടെയും ഈ ഇഖ്ലാസുള്ള ആളുകൾ എനിക്ക് വരണം. ഒരാളെ സുഹൃത്തിനെ പരിചയപ്പെടുമ്പോ പഠിച്ചവനെ ഇത് ഏറ്റവും എന്റെ അടുത്ത സുഹൃത്തായി മാറുകയും ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുമ്പോ എനിക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ബന്ധമാക്കി ഇയാളുമായുള്ള ബന്ധത്തെ നീ എനിക്ക് മാറ്റിത്തരണമേ. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് ഏറ്റവും നല്ല സുഹൃത്ത് ആരാണ്? ആ സുഹൃത്ത് എന്ന് പറയുന്നത് റസൂൽ വിശദീകരിച്ചു, നിനക്ക് പരലോകം ഓർമ്മപ്പെടുത്തുന്നവൻ. അവന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിനക്ക് മരണവും മരണാനന്തര ജീവിതവും പരലോകബോധവും ഉണ്ടാകുമെങ്കിൽ അതാണ് നിന്റെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പ്രവാചകൻ പറയുകയുണ്ടായി. അത് മറപ്പിക്കുന്നവരാണ് പല ആളുകളുടെയും സുഹൃത്തുക്കൾ. ആ ഒരു ലോകം നഷ്ടപ്പെടുത്തുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെ പോയി അവസാനം ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അതിനുണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ ആളുകൾ മുഴുവൻ കുല്ലുഹും യശ്ഫഊൻ, എല്ലാവരും ഒന്നിച്ച് പാപമോചനത്തിന് വേണ്ടി ശഫാഅത്ത് ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കും. നോക്കൂ നിങ്ങൾ, മാമിൻ മയ്യത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തൻ മിനൽ മുസ്ലിമീന, അല്ലാഹുവിന് പൂർണ്ണമായി വിധേയപ്പെട്ട ഒരു മുസ്ലിം ഉമ്മത്ത്, ഒരു സമൂഹം ഒരു മയ്യത്തിന് വേണ്ടി എങ്ങാനും നമസ്കരിച്ചു കഴിഞ്ഞാൽ യബ്ലഊന മിഅത്തൻ, അതൊരു 100 പേരെ ഉണ്ടായാൽ തന്നെ, ഒരുപാട് ആളുകളും വേണ്ട, ഒരു 100 പേര് അങ്ങനെ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചാൽ തന്നെ കുല്ലുഹും യശ്ഫഊൻ, അവരുടെ മുഴുവനും ശഫാഅത്ത് ലഹു ഇല്ലാ ശുഫാ, അല്ലാഹു അത് സ്വീകരിക്കാതെ ശുഫിഉ, അല്ലാഹു അത് സ്വീകരിക്കാതിരിക്കുകയില്ല എന്നാ പറഞ്ഞിരിക്കുന്നു. അല്ലാഹു അത് സ്വീകരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു നെയ്യത്തോട് കൂടിയിട്ട് ജീവിതം ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, മയ്യത്ത് നമസ്കാരത്തിന്റെ ഇമാമത്ത് ആരാണ് നിൽക്കേണ്ടതെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ സ്ഥാനം അയാൾ വസിയത്ത് ചെയ്തെങ്കിൽ അയാളാണ് നിൽക്കേണ്ടത്. ഇന്ന ആളാണ് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അത് എഴുതി വെക്കാവുന്നതാണ്, എഴുതി വെക്കണം. എന്നിട്ട് ഏറ്റവും അടുത്ത ഇണയോടോ കുട്ടികളോടോ അത് പറയണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അന്തിമ വസിയത്ത് ഇന്ന പുസ്തകം തിരഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, ഇന്ന ഡയറി തിരഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതൊന്ന് പറഞ്ഞു വെക്കേണ്ട കാര്യമാണ്. അങ്ങനെ പറഞ്ഞു വെച്ചത് തുറന്നു നോക്കുമ്പോ മരിച്ചതിന് ശേഷം ഉണ്ടാവേണ്ട കാര്യങ്ങൾ, ഇടപാടുകളെ കുറിച്ചുമൊക്കെ രേഖപ്പെടുത്തി വെക്കണം. വസിയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഇന്ന ആളാണ് എന്നെ കുളിപ്പിക്കേണ്ടത്, ഇന്ന ആളാണ് എനിക്ക് കഫൻ ചെയ്യേണ്ടത്, ഇന്ന ആളാണ് നമസ്കരിക്കേണ്ടത് എന്നൊക്കെ ഉൾപ്പെടുത്താൻ സാധിക്കണം. അതാണ് ഭരണചിന്ത. കാരണം ഇത് തിരിച്ചു വന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇത്ര ഗൗരവമുള്ളതാണ് ഖബർ എന്ന് ഇപ്പൊ മനസ്സിലായി. അതുകൊണ്ട് അതിനു വേണ്ട പണിയൊക്കെ ഞാനൊന്ന് തിരിച്ചുപോയി ചെയ്യട്ടെ എന്ന് മനുഷ്യൻ പറയും. ഖബറിൽ വെച്ചവൻ അട്ടഹസിക്കും, ഞാൻ തിരിച്ചു ചെന്ന് ഈ കർമ്മങ്ങൾ ചെയ്യട്ടെ, ഈ കർമ്മങ്ങൾ സൽക്കർമ്മങ്ങളാക്കി എന്റെ കർമ്മങ്ങളെ മാറ്റട്ടെ എന്ന്. വെറും അട്ടഹാസം മാത്രമായിരിക്കും. അവിടെ വെച്ചൊന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ. അത് വെറും അട്ടഹാസം മാത്രമായിരിക്കും. ഇത്ര ഗൗരവത്തിൽ ഞാൻ സമീപിക്കേണ്ടതായിരുന്നു എന്റെ അന്ത്യം എന്ന് തിരിച്ചറിഞ്ഞിട്ട് ബോധപൂർവം ചെയ്യേണ്ടതിന് പകരം, ജീവിച്ചിരിക്കുമ്പോ ആരോഗ്യം ഉണ്ടാവുമ്പോ ചുറുചുറുക്കുണ്ടാവുമ്പോ ചെയ്യേണ്ടതിന് പകരം അതൊന്നും ചെയ്യാതെ മാറ്റിവെച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവൻ അട്ടഹസിക്കും. പക്ഷേ അത് അറ്റമില്ലാത്ത ലോകത്ത് വെറും അട്ടഹാസം മാത്രമായി മാറുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു, ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മയ്യിത്ത് നമസ്കാരത്തിന്റെ ഇമാമത്ത് ആരാണ് നിൽക്കേണ്ടതെന്ന ചോദ്യത്തിന് മഹാന്മാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ, പ്രവാചകനൊക്കെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് വസിയത്ത് ചെയ്യുന്ന ആളോ, വസിയത്ത് ചെയ്യണം എന്നതിന്റെ അർത്ഥം വസിയത്ത് ചെയ്ത ആളാണ് ഇമാമത്ത് നിൽക്കേണ്ടത്. മാത്രമല്ല അങ്ങനെ വസിയത്ത് എങ്ങാനും ഒരാൾക്ക് ഇല്ല എങ്കിൽ അയാളുടെ ഏറ്റവും അടുത്ത രക്തബന്ധമുള്ളവനാണ് നിൽക്കേണ്ടത്. മദ്ഹബിന്റെ ഇമാമിങ്ങള് ഇതിന്റെ പട്ടിക തന്നെ നിരത്തുന്നുണ്ട്. ഒന്നെന്താണ്, പിതാവ് നിൽക്കണം. മകനാ മരിച്ചതെങ്കിൽ പിതാവാണ് നിൽക്കേണ്ടത്. അല്ലെങ്കിൽ പിതാമഹൻ വല്യാപ്പ നിൽക്കണം. വല്യാപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ വല്യാപ്പയാണ് പിന്നെ അവിടെ എന്ത് ചെയ്ത് ഇമാമത്ത് നിൽക്കേണ്ടത്. പിതാമഹൻ, അത് കഴിഞ്ഞ് പിന്നെ മകനാണെങ്കിൽ മകൻ നിൽക്കണം, മകന്റെ മകൻ നിൽക്കണം. മകനില്ല, മകന്റെ മകനാണെന്നുണ്ടെങ്കിൽ മകന്റെ മകൻ നിൽക്കണം. അല്ല, ഇവരാരുമില്ല, ആ രക്തബന്ധം നേർക്കുമേലോട് രക്തബന്ധത്തില്ലെങ്കിൽ സഹോദരങ്ങൾ നിൽക്കണം, സഹോദരത്തിന്റെ മകൻ നിൽക്കണം. ഈ സഹോദരന്റെ മകനുള്ളെങ്കിൽ ഇത് ഹൈന്ദവരൊക്കെ അത് പാലിക്കുന്നുണ്ട്. ഹൈന്ദവ കർമ്മങ്ങളൊക്കെ ഒരാൾ കർമ്മം ചെയ്യണമെന്ന് മുസ്ലിം സമൂഹം അതിന്ന് പോയിട്ട് ഏതോ ദിവസം കടന്നു വന്ന
അയാൾ പണ്ഡിതനാണെന്ന് വേഷം കൊണ്ട് നമുക്ക് തോന്നുന്നു. പണ്ഡിതനാണെങ്കിൽ അയാൾ പറഞ്ഞു തരും, ഞാനല്ല നിൽക്കേണ്ടത്. പണ്ഡിതനാണെങ്കിൽ പറഞ്ഞു തരണം, ഞാനല്ല നിൽക്കേണ്ടത്, നിങ്ങൾ കഴിയുന്ന പ്രകാരം നിങ്ങൾ നിൽക്കൂ. മരണവാർത്ത കേട്ടാൽ തന്നെ ഈ പണ്ഡിതൻ ഇടപെടണം. മക്കളാരാണ്? ആ മക്കൾക്ക് മയ്യത്ത് നമസ്കാരം, അതാണ് യഥാർത്ഥ പണ്ഡിതൻ. മക്കൾക്ക് നമസ്കാരമൊക്കെ അറിയോ? അല്ലെങ്കിൽ അദ്ദേഹം അവരൊന്ന് വിളിച്ചു വരുത്തിയിട്ട് ഇന്നതൊക്കെയാണ് മോനെ നീയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താലേ അയാൾ പണ്ഡിതനാവുള്ളൂ. അല്ലാതെ മൂപ്പരങ്ങോട്ട് കാത്തിരുന്നിട്ട് മൂപ്പരങ്ങോട്ട് കയറി നിന്ന് അതിന്റെ പൈസയും ഇടപാടും നടത്താൻ വിട്ടുകൊടുക്കരുത്. നമ്മുടെ മയ്യത്ത് എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടണം എന്നൊരു ബോധം ചില ആളുകൾക്കില്ല. അത് ഏതോ ഒരു മഹലിൽ അങ്ങനെ കിടക്കുന്നു. എല്ലാ അന്തക്കേടുകളും നടക്കുന്ന മഹലിലാണ് ഇയാൾ താമസിക്കുന്നത്. അയാൾ ബാംഗ്ലൂർ വന്നപ്പോൾ ഇതിന്റെ ഗൗരവമൊക്കെ തിരിഞ്ഞു. പക്ഷെ അയാൾ മരണത്തിന് ശേഷമുള്ള കർമ്മങ്ങൾക്ക് നടപടി സ്വീകരിച്ചില്ല എങ്കിൽ ഇയാൾ മരിച്ച വിവരം കിട്ടി ആ കൗമ കൊണ്ടുപോയിട്ട് എല്ലാ അന്തക്കേടുകളും അങ്ങ് ചെയ്യും. അവിടെ കുഴിക്കപ്പരയും അതേപോലെ ഖുറാനോത്തും കബറിങ്കല് ഒരുപാട് ഓത്തുകളും അന്തക്കേടുകളുടെ ഒരു പരമ്പര. പൈസക്കാരം പണ്ഡിതന്മാരൊക്കെ വന്നിട്ട് പ്രത്യേകമായ പ്രാർത്ഥനകളും വീണ്ടും പ്രാർത്ഥനകളും ഒക്കെ നടത്തിയിട്ട് മദീനയിൽ പോലും നടക്കുന്നില്ല. റസൂലിന്റെ ഖബർസ്ഥാനിൽ നടക്കാത്ത പണി നടക്കുന്നു നമ്മുടെ നാട്ടിൽ. റസൂലിന്റെ ഖബറിനേക്കാളും വലിയ ഖബറാണോ ഖബർസ്ഥാനാണോ നമ്മുടെ ഖബർസ്ഥാൻ? എന്തുകൊണ്ട് അവിടെ നടക്കുന്നു? അതുകൊണ്ട് അന്തം കെട്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കരുത്. യാഥാർത്ഥ്യബോധത്തിലേക്ക് നമ്മൾ ഗൗരവമുള്ള കാര്യങ്ങളെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അതിന്റെ താഴെ ബാക്കി കാര്യങ്ങളൊക്കെ വരും. അവനവന്റെ മരണം പോലും ഉറപ്പാക്കാത്തവന് നാടിന്റെ കാര്യം നന്നാക്കാൻ കഴിയുമോ? അവൻ നന്നാക്കിയിട്ടെങ്ങാനും അല്ലാഹുവിൽ അത് എത്തുമോ? അവൻ മറ്റുള്ള ഒരുത്തന്റെയും. അതുകൊണ്ടാണ് തടി കാത്തോ, അവനവന്റെ തടി കാത്തോ, അഹിലിക്കുന്ന കുടുംബത്തിന്റെ തടി കാത്തോ. അത് തടി കാക്കേണ്ടത് ഏറ്റവും പ്രാധാന്യത്തോടെ കാക്കേണ്ടത് മരണമുഖത്ത് തന്നെയാണ്. മരണത്തിനപ്പുറത്താണ് യാഥാർത്ഥ്യം തുടങ്ങുന്നത്. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം. ഇതൊക്കെ തൽക്കാലത്തേക്കുള്ള ഇടപാടുകളാണ്. ഈ പ്രാഥമിക വിവരം കിട്ടിയിട്ടില്ല എങ്കിൽ ആ വിവരത്തെ വിവരമെന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ പറഞ്ഞു പോകുന്ന മദ്ഹബ് ഇമാമികൾ ഒന്നിച്ച് പറയാൻ ഇങ്ങനെയുള്ള പരമ്പരക്ക് വിട്ടുകൊടുക്കണം. ഇമാമത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അവനാണ് പ്രാർത്ഥിക്കേണ്ടത്, അങ്ങനെ പ്രാർത്ഥിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് പ്രവാചകന്മാർ അതുപോലെ പഠിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അത് നമുക്ക് കാണാൻ സാധിക്കും. കടമുള്ള ആൾക്ക് റസൂൽ മയ്യിത്ത് നമസ്കരിച്ചിരുന്നില്ല. ഉടനെ തന്നെ റസൂൽ ചോദിക്കും, കടമുണ്ടോ? കടമുണ്ട് എങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേപോലെ മോഷ്ടാവിന് റസൂൽ മയ്യിത്ത് നമസ്കരിച്ചിരുന്നില്ല. പൊതുമുതൽ മോഷ്ടിക്കുന്നവന് പ്രത്യേകം റസൂൽ മയ്യിത്ത് നമസ്കരിച്ചിരുന്നില്ല. പൊതുമുതലുള്ള മോഷ്ടാക്കളാണ് നമ്മുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും. അതേപോലെ തന്നെ ഭയങ്കര മോഷണം. 1 ലിറ്റർ പെട്രോൾ തന്നിട്ട്, ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ പറയാം, 1 ലിറ്റർ പെട്രോൾ തന്നിട്ട് 80% മാത്രം അതിൽ മുതലുള്ളൂ. ബാക്കി 20% വണ്ടി തന്നെ കേടാവുമെന്ന് ഉറപ്പുള്ള അതിന്റെ അതോറിറ്റി തന്നെ പറയുന്ന വണ്ടി കേടാവുന്ന, എന്നിട്ട് അതിന്റെ ഏറ്റവും വലിയ നാശം വരുത്തിയിട്ട് 1 ലിറ്ററിന്റെ ഫുൾ ടാക്സ് ഈടാക്കിക്കൊണ്ടിരിക്കുന്ന, ആ ടാക്സും ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന, നമ്മൾ എന്തനുഷ്ഠിച്ചാലും എന്ത് വാങ്ങിയാലും ടാക്സ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്നതിന് ടാക്സ് ഉണ്ട്. ലക്ഷക്കണക്കിന് റുപ്യ ടാക്സ് കൊടുത്ത പള്ളിയിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇവർക്കൊക്കെ ടാക്സ് കൊടുത്താണ്ടാണ് ഇവിടെ ഇരുത്തണമെങ്കിൽ, ഇവിടെ ഒരാൾ കടക്കണമെങ്കിൽ, ഇവിടെ ഒരു ബിൽഡിംഗ് വരണമെങ്കിൽ, ഇവിടെ നിന്ന് പോയിട്ട് നിങ്ങളൊരു കടയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങുന്നെങ്കിൽ അത് ഉൾപ്പെടെ അതിന്റെ അപ്പുറത്ത് പോയി വേറൊന്ന് വാങ്ങുന്നുവെങ്കിൽ, ഭാര്യയ്ക്ക് വാങ്ങുന്നെങ്കിൽ, ഭാര്യയും നിങ്ങളും കുടുംബസമേതം ഒരു ഷോപ്പിൽ കയറി എന്തെങ്കിലും കഴിക്കുന്നുവെങ്കിൽ അതിന് മുഴുവനും ടാക്സ് ഈടാക്കിക്കൊണ്ട് അന്തക്കേട് അവസാനം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ പോക്കറ്റ് കീസ കാലിയാക്കുന്നവന് അത്തരം മേഖലയിലൊന്നും, അത്തരം കൊള്ള സംഘത്തിന്റെ കാര്യത്തിലൊന്നും രാഷ്ട്രീയമാണതൊക്കെ പറഞ്ഞ് അതിൽ നിന്നൊക്കെ അത് പൊതുമുതൽ മോഷ്ടിക്കുവാൻ, അപഹരിക്കുവാൻ കൂട്ടുനിന്ന് കൊടുക്കുന്നവന്റെ മയ്യത്ത് നമസ്കാരം കൊണ്ട് അവൻ ഒരുപാട് ആളുകൾ നിന്ന് മയ്യത്ത് നമസ്കരിച്ചത് കൊണ്ട് ഫലം കിട്ടുമോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ഇല്ല, അതിനെ പിന്തുണക്കുന്നു. അതൊക്കെ ഇവിടെ നടക്കൂ. ഇവിടെ ഇസ്ലാമും ജിഹാദും അതേപോലെ തന്നെ ഖിലാഫത്തും അതേപോലെ അള്ളാഹുവിന്റെ ശരീഅത്തൊന്നും നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവൻ, അവൻ ആര് പ്രാർത്ഥിച്ചിട്ട് എന്ത് ഫലം? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ബോധവാനാവണം. മരണത്തിൽ തന്നെ ഗൗരവം കാണുന്നില്ല എങ്കിൽ ഇതിലൊന്നും ഗൗരവം കാണുക സാധ്യമല്ല. അതുകൊണ്ട് പൊതുമുതൽ മോഷ്ടിക്കുന്നവന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇമാമത്തിൽ ലഭ്യമല്ല. റസൂൽ അങ്ങ് മാറി നിന്നിട്ട് പ്രവാചകൻ പറയും, മുസ്ലിം സമൂഹത്തോട് പ്രവാചകൻ പറയും സല്ലു അലാ സാഹിബുക്കും, നിങ്ങളുടെ സാഹിബിന് നിങ്ങൾ നമസ്കരിച്ചുകൊള്ളൂ എന്ന് പറയും. സല്ലു അലാ സാഹിബുക്കും, നിങ്ങളുടെ കൂട്ടുകാരന് നിങ്ങൾ നമസ്കരിച്ചു. തൂങ്ങി മരിച്ചാലും നമസ്കരിക്കണം. കെട്ടി തൂങ്ങി മരിച്ചാലും ഏത് കള്ളനാണെങ്കിലും, ഏത് പിടികൂടിയപ്പെട്ടവനാണെങ്കിലും, ആത്മഹത്യ ചെയ്തവനാണെങ്കിലും നമസ്കരിക്കണം. അത് മുസ്ലിം സമൂഹം. കാരണം റസൂല് നമസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? സ്വീകാര്യമായത് പ്രവാചകന് ചോദിക്കാൻ പറ്റൂ. നമുക്കങ്ങനെയല്ല. അള്ളാഹു സ്വീകരിക്കാത്തതും ചോദിക്കാം, അള്ളാഹു സ്വീകരിക്കാത്തതും അതിന് പ്രതിഫലം പരലോകത്ത്. പക്ഷെ പ്രവാചകന് അനുവാദമില്ല. അതുകൊണ്ട് റസൂൽ അങ്ങ് മാറി നിന്നിട്ട് എന്ത് പറയും? കാരണം ഇദ്ദേഹത്തിന് റസൂൽ ചോദിച്ചിട്ട് കിട്ടില്ല.
അതുകൊണ്ടാണ് സ്വീകരിക്കണമെങ്കിൽ റസൂൽ പറഞ്ഞു. റസൂൽ മയ്യത്ത് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി മാറി നിന്നപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു പ്രവാചകരെ, ഞാനത് വീട്ടും എന്ന് പറഞ്ഞപ്പോൾ അത് ഉറപ്പുവരുത്തിയതിനു ശേഷം പ്രവാചകൻ നമസ്കരിക്കുകയും എന്നിട്ട് പിന്നീട് അതിന്റെ സ്വീകാര്യത ഉറപ്പുവരുത്തുവാൻ വേണ്ടി അന്നും പിറ്റേ ദിവസം അതിന്റെ പിറ്റേ ദിവസം ചെന്നു. പ്രവാചകൻ ആ കടം വീട്ടിയോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന്റെ ഔദാര്യ പ്രാഗം ഏറ്റെടുത്തതാണ്. ആ കടം, ആ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തതാണ്. അദ്ദേഹത്തിന് അത് വീട്ടിൽ നിർബന്ധമൊന്നുമില്ല, അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് റസൂൽ നമസ്കരിച്ചു. പക്ഷേ ആ ഷഫാഅത്തും ആ പ്രവാചകന്റെ നമസ്കാരവും അവിടെ വഴിയിൽ കിടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം മൂന്നാമത്തെ ദിവസം അത് വീട്ടി എന്ന് കേട്ടപ്പോൾ പ്രവാചകൻ പ്രഖ്യാപിച്ചു, താങ്കൾ എപ്പോഴാണോ ആ ഇടപാട് തീർത്തത്, കടം വീട്ടിയത്, അന്ന് മുതലാണ് അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കപ്പെട്ടത്. അതുവരെ അദ്ദേഹത്തിന് പ്രവാചകൻ ഇങ്ങനെ കാണിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എന്ന് ഹദീസ് പറയുന്നു, അദ്ദേഹത്തിന്റെ വാരിയലുകൾ കോർക്കുമാർ ഖബറടക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് വിശുദ്ധർക്ക് അള്ളാഹു ഖബറിടത്തിൽ സ്വർഗം നൽകൂ, വിശുദ്ധമായ ആത്മാവിനെ വിളിച്ച് സ്വർഗത്തിലേക്ക്. അതിന് വിശുദ്ധി ഉറപ്പുവരുത്താൻ ആദ്യം എടുക്കേണ്ടത് മരണമാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിലല്ലാതെ അതൊക്കെ നഷ്ടപ്പെടുമാറ് ദുനിയാവിലേക്ക് ലയിച്ചു പോകും അധികം ആളുകളും. അതാണ് ഞാൻ കഴിഞ്ഞ ഖുതുബയിലെ മുഖദ്ദിമയിൽ ഊതി കേൾപ്പിച്ചിരുന്നു, അൽ ഹാഖ് മുത്തകാസുർ, മറ്റുള്ളവരെ കവച്ചു വെച്ചുകൊണ്ട് അധികം ഭൗതികമായ ശേഷി നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനുള്ള ആർത്തി നിങ്ങളെ ബോധ്യശൂന്യരാക്കി. ഇതാണ് അതിന്റെ വിശദീകരണം, വ്യക്തമായ അർത്ഥം. അൽ ഹാഖ് മുത്തകാസുർ ചെറിയ വാക്കാണെങ്കിലും വലിയ വിശാലമായ അർത്ഥമാണ് മലയാളത്തിൽ അതിന് കൊടുത്തിരിക്കുന്നത്. മറ്റുള്ളവരെ കവച്ചു വെച്ചുകൊണ്ട്, ഏട്ടനാവാം, അനിയനാവാം, സുഹൃത്തുക്കളാവാം, അധികം കുറച്ചും കൂടെ ഉഷാറായിട്ട് എന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിൽ കണ്ടുകൊണ്ട്, അതിനേക്കാളും നല്ലത് ഭൗതിക വിഭവങ്ങളും നേട്ടങ്ങളും നേടിയെടുക്കുവാനുള്ള ത്വര, ഒരു ചിന്ത, വല്ലാത്തൊരു ചിന്ത, അതും നേടണം ഇതും നേടണം എന്നുള്ള ത്വര, അങ്ങനെ നിങ്ങളെ ബോധശൂന്യരാക്കിയിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. ആ ചിന്ത അധിക ജനങ്ങളും അങ്ങനെ ഇപ്പോഴും ചിന്ത അങ്ങോട്ടാണ്. ഇപ്പൊ മരണം കഴിഞ്ഞാൽ മരണം ഇതോടുകൂടി അവസാനിച്ചു, മൂപ്പരടുത്ത നേട്ടത്തിലേക്കാണ് പോകുന്നത്. മരണവും ശരിയാക്കാനോ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അത് നേരത്തെ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ ഒന്നുകിൽ തിരക്കിടില്ലെന്ന് പറഞ്ഞ് തള്ളും, അല്ലെങ്കിൽ ഇത്രയും കൂടെ ചേർത്താൽ വളരെ ഭംഗിയായിരുന്നു പറഞ്ഞ് 2000 തള്ളിയിട്ടുണ്ടാവും. ആ അർത്ഥത്തിൽ ഇവരുടെ ഈ പോക്കുണ്ടല്ലോ, മനുഷ്യന്റെ ഈ അശ്രദ്ധയിലുള്ള ദുനിയാവുമായി ബന്ധപ്പെട്ട ഈ പോക്ക് എവിടെ എത്തുമെന്നാണ് അള്ളാഹു പറയുന്നത്. അതേ വിചാരം നിലനിൽക്കെ തന്നെ അവർ കല്ലറകളിൽ അടക്കപ്പെടും. ഖബറിടത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. അവിടുത്തെ എത്തുന്നതിന് മുമ്പുള്ള കുളിപ്പിക്കലും അതേപോലെ തന്നെ കഫൻ ചെയ്യലും നിസ്കരിക്കലും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതേ ചിന്തയിൽ തന്നെ ഇങ്ങനെ തന്നെ നിലനിൽക്കെ തന്നെ ഇവരെന്ത് ചെയ്യും? ഖബറടക്കപ്പെടും, കല്ലറയിൽ അകപ്പെടും. ഖബറിൽ താസുർത്തുമുൽ മഖാബിർ, അങ്ങനെ തന്നെ അവരെത്തുന്ന അവസ്ഥയോളം ഇവരുടെ ചിന്ത ദുനിയാവിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു. മരണസമയത്തും ആ ചിന്ത. എനിക്കറിയാം, എന്റെ നാട്ടില്, ഞാൻ ബാംഗ്ലൂരിലുള്ള കാലത്ത് തന്നെ നാട്ടിൽ ഒരാളെ കാണാൻ വേണ്ടി, രോഗിയെ കാണാൻ വേണ്ടി പോയി. അദ്ദേഹം വല്ലാത്തൊരവസ്ഥയിലാണുള്ളത്. ക്യാൻസർ വന്ന് മാരകമായ അവസ്ഥ കൊണ്ട് അദ്ദേഹത്തിന്റെ തുണി താഴെ ഇരുത്തിയപ്പോ എന്നെ കണ്ടപ്പോ ഇരുത്തിയതായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ തുണി താഴത്ത് കൊണ്ട് വീണു. ഇരുന്നപ്പോ അതില് അസ്ഥി കൂടെ നന്നായിട്ട് ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. അസ്ഥി മാത്രം പുറത്ത്, തൊലി മുഴുവനും ഉള്ളിലേക്ക് കയറി ഓരോ മാളങ്ങളെ പോലെ ആയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാരിയല്ലുകളും അതേപോലെ വയറും ഒക്കെ കാണും. അതിൽ വീണ്ടും ആ ഭാര്യ വന്ന് കണ്ട് ആ തുണി പൊക്കി മേലെ കിട്ടു. അദ്ദേഹത്തിന് സംസാരശേഷി എപ്പോഴും ഉണ്ട്. അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, ഇന്ന് എന്റെ മകൻ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്, ആ ഡോക്ടറെ കണ്ട് മരുന്ന് കിട്ടിയാൽ എന്റെ രോഗം മാറും. എന്നിട്ട് എന്നോട് ചോദിക്കുക, രോഗം മാറൂലേ ഖാലിദേ, രോഗം മാറൂലേ? അപ്പൊ രോഗം മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഭാര്യനോട് പറഞ്ഞു നമസ്കാരത്തിന്റെ കാര്യമൊക്കെ എന്ന്. അപ്പൊ നമസ്കാരമൊക്കെ നോവുകയും, നമസ്കാരമൊന്നും സംഗതിയേ ഇല്ല. എന്നിട്ട് അവസാനം അതിന്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള കിടന്ന മനുഷ്യൻ, ഞാൻ രാത്രി ട്രെയിനിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു, പിന്നെ ആള് മരിച്ചു, വിവരറിഞ്ഞു. അപ്പൊ അന്ന് ആ ദിവസം പോണതിന്റെ മുമ്പ് കണ്ടുപോവാന്ന് വെച്ച് പോയതാണ്. ആ ദിവസം പോലും രോഗം മാറുമെന്നും ഈ മരുന്ന് കുടിച്ചാൽ മാറുമെന്നുമുള്ള ചിന്തയിൽ, മരിക്കണമെന്ന ചിന്തയോ അതിനുവേണ്ടി എന്തെങ്കിലും ഷഹാദത്തോ ഒരു യാസീനോ അതുപോലുള്ള സംഗതികളോ പോലും ചെയ്യാൻ സാധ്യമല്ലാത്ത, അതാണ് അങ്ങനെ തന്നെ ഖബറിലേക്ക് എത്തും ഇവർ. അതാണുള്ള പറഞ്ഞത്. അപ്പൊ പോലും ഒരു ചിന്ത കൊടുക്കാതെ വരാതെ, അങ്ങനെ ചിന്തിക്കേണ്ടതില്ലാത്ത കോലത്തിൽ എന്ത് ചെയ്യും? അങ്ങനത്തെ സുഹൃത്തുക്കളാണ് ഉണ്ടാവുക. അങ്ങനത്തെ കൂട്ടുകാരാണ്. ഒരു യാസീൻ ഓതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? അവിടെ അത് സ്വീകരിക്കപ്പെടുകയില്ല. നമ്മളെ പള്ളിയിലൊക്കെ ബന്ധപ്പെട്ടിട്ട് അതൊക്കെ ഭംഗിയായി പോയ ആളുകളുണ്ട് കേട്ടോ. ഭംഗിയായി പോയ അസീസ് പരിവാർ എന്നൊക്കെ പറയുന്നത് അനുഗ്രഹീതമായ ഒരു മരണം. ഈ പള്ളിയുടെ വൈസ് പ്രസിഡന്റൊക്കെ ആയിരുന്നു അദ്ദേഹം. അനുഗ്രഹീതമായ യാസീനും ഒക്കെ ഓതി അന്നത്തെ രാത്രിയിലെ വേണ്ടപ്പെട്ട ആളുകൾക്ക് എത്തിപ്പെടാനും ഒക്കെ സാധിച്ചു. അങ്ങനെയുണ്ട്.
അതുകൊണ്ട് നമ്മൾ നമ്മളുടെ മരണത്തെ അനുഗ്രഹീതമായി കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. എന്നിട്ട് നിങ്ങൾ അങ്ങാനും ഈ അർത്ഥത്തിലേക്ക് മാറുന്നില്ലെങ്കിൽ പിന്നീട് അങ്ങനെ തുടങ്ങണമല്ല. കല്ലാ സൗഫ തഅലമൂൻ, നീ വിവരറിയും, നീ വിവരം അറിയും. ഖബറും പരലോകവും മരണവും ഉറപ്പിച്ച് നടക്കാത്തവനെ നീ വിവരമറിയും. സുമ്മ കല്ലാ സൗഫ തഅലമൂൻ, അല്ല ഞാൻ വീണ്ടും പറയാം. അത് ഒരു പറച്ചിലുകൊണ്ട് ഞാൻ അവസാനിക്കൂല, കാരണം അത്രയാണ് ഗൗരവം വിഷയം. സുമ്മ, ഞാൻ വീണ്ടും പറയാം നിങ്ങളോട്, കല്ലാ സൗഫ തഅലമൂൻ, നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. കല്ല, ഒരിക്കലുമല്ല. ലൗ തഅലമൂന ഇൽമൽ യഖീൻ, ഇതൊക്കെ ബോധം കെട്ടുപോയ ആളുകളുണ്ട്, സഹാബികളുണ്ട്. ഇതൊക്കെ വായിച്ചിട്ട് പഠിച്ചതുകൊണ്ട് സഹാബികള് ഇതൊക്കെ ഓർമ്മിപ്പിച്ചിട്ടേ പിരിയാറുള്ളൂ എന്നാണ് ചില മായത്തുകളൊക്കെ ഉത്ബോധനത്തിൽ കൊണ്ടുവന്നിട്ട്. കാരണം ഇത് ലക്ഷ്യമല്ലാതെ എന്ത് പ്രവർത്തനം, എന്ത് സാമൂഹിക പ്രവർത്തനം, എന്ത് രാഷ്ട്രീയ പ്രവർത്തനം, എന്ത് അധ്യാപനം, എന്ത് കുടുംബ ബന്ധങ്ങൾ, ഇത് ഈ ഒരു ബോധത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അതുകൊണ്ടാണ് കല്ലാലൗ തഅലമൂന ഇൽമൽ യഖീൻ, യഖീനായ ഒരു അറിവെങ്ങാനും ഇതിനെക്കുറിച്ച് നിങ്ങൾ ഭരിച്ചിരുന്നുവെങ്കിൽ, ഒരു ഉറപ്പുള്ള ഒരു ബോധം, ഒരു ബോധ്യത്തിലേക്ക്, ആ ബോധ്യം നിങ്ങളെ ജീവിതത്തെ സ്വാധീനിക്കുമാർ നിങ്ങളെങ്ങാനും കൊണ്ടുവന്നിരുന്നുവെങ്കിൽ നിങ്ങൾ അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഈ കോലത്തിൽ പോകുമായിരുന്നില്ല. നിങ്ങളുടെ നിലപാട് പല കാര്യങ്ങളിലും ഇതാകുമായിരുന്നില്ല. നിങ്ങൾ അങ്ങനെ കാത്തുകെട്ടി ഇത് എന്തോ ഭൗതികവും ദുനിയാവുമായി കെട്ടിക്കൊടുങ്ങുന്ന ആളുകളല്ല. അള്ളാഹുവിന്റെ ദീൻ എവിടെയാണ് കിട്ടുക എന്ന് അന്വേഷിച്ച് അവിടേക്ക് പോയി ഹിജ്റ ചെയ്തിട്ടാണെങ്കിലും അത് നേടിയെടുക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച, അങ്ങനെ അള്ളാഹുവിന്റെ സകല തരത്തിലുള്ള സഹായത്തിന് വിധേയപ്പെടുന്ന അവസ്ഥ നിങ്ങൾക്ക് വരുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വെച്ച് കെട്ടിയിരിക്കുന്നത് എന്താണ്, കാത്തുകെട്ടിയിരിക്കുന്നത് എന്താണ്? ഇത് തന്നെ വലിയ കാര്യം, ഇതിനേക്കാളും വലുതൊന്നുമല്ല ഖബറും പരലോകം എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു നിലപാട് ഗൗരവമുള്ള കാര്യമെങ്ങാനും നിങ്ങൾക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്ന് അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടുകൾ അനുവർത്തിക്കുമായിരുന്നില്ല. അത് നിങ്ങളെ വല്ലാതെ കർമ്മനിരതരായി മാറ്റുക തന്നെ ചെയ്യും. പടച്ചവനെ എന്ന് പറഞ്ഞ് അത് എവിടെയാണെന്ന് അന്വേഷിച്ച് ഓടി നടക്കുന്ന ആളുകളായി നിങ്ങൾ മാറുക. ബദറിലെയും ഉഹദിലെയും ഒക്കെ സഹാബികളെ പോലെ, റോമും പേർഷ്യയൊക്കെ അവിടെയുള്ള മനുഷ്യ മക്കളാണല്ലോ അള്ളാന്റെ മക്കള്. അവർക്ക് ദീനെത്തിയോ എന്ന് ആലോചിച്ചുകൊണ്ട് അവരുടെ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോ അവരുടെ സമ്പത്ത് അർത്ഥവത്താക്കി മാറ്റും, അവരുടെ സന്താനങ്ങളെ അർത്ഥവത്താക്കി മാറ്റും. അവർക്ക് നല്ലൊരു മരണം അല്ലാഹു ആദ്യം തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദാനം അവർക്ക് നിറവേറ്റി അവരെ വിശുദ്ധമായ ആത്മാവ് എന്ന് പറഞ്ഞു കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് വരുന്നില്ല എങ്കിൽ ലതറബുന്നൽ ജഹീം, നിങ്ങൾ നരകം കാണും, നിങ്ങൾ നരകം കാണും. അതൊരു കാഴ്ചയായിരിക്കും, കണ്ണുകൊണ്ട്, പച്ച കണ്ണുകൊണ്ട് കാണുക. കാണുമ്പോ പിന്നെ രക്ഷ ഉണ്ടാവില്ല, അങ്ങനെ കാണും. ഇപ്പൊ പറഞ്ഞു തരുന്ന സമയത്ത് അല്ല, കണ്ടാ കഴിഞ്ഞു കഥ. അന്ന് വിചാരണ ചെയ്യപ്പെട്ടാൽ ആയിഷ കഴിഞ്ഞു. അന്നത്തെങ്ങാനും ഒരു മനുഷ്യൻ വിചാരണ ചെയ്യപ്പെട്ടാൽ തന്നെ കഴിഞ്ഞു വന്ന, വിചാരണ ചെയ്യപ്പെട്ടാൽ അവന്റെ കഥ കഴിഞ്ഞു ആയിഷ എന്നാണ് റസൂൽ പറഞ്ഞത്. അതുകൊണ്ടാണ് റസൂൽ ഇങ്ങനെ കാലുകളിൽ നീര് വരുമാറ് നമസ്കരിച്ചത് എന്ന് പ്രവാചകനെ പറ്റി പറയുന്നത് കാണാൻ സാധിക്കും. നിങ്ങളെ യഖീനായ കണ്ണുകൊണ്ട് പച്ചയിലതങ്ങട്ട് നരകം നിങ്ങൾ കാണിക്കപ്പെടുന്ന അവസ്ഥ. അന്ന് എന്താണ് അള്ളാഹുവിന്റെ പണി? നരകത്തിലേക്ക് അങ്ങനെ മുഖമുക്കി വലിപ്പിക്കും എന്ന് പറഞ്ഞതിന് പകരം അതിന് കാരണമാകുന്ന ഒരു പണി ഞാൻ അവിടെ തുടങ്ങും. രാവിലെയും വൈകുന്നേരം രാത്രിയും, പിറ്റേന്ന് രാവിലെയും വൈകുന്നേരം രാത്രിയും സമ്പത്തും മക്കളും സന്താനങ്ങളും ഒക്കെ തന്നിരുന്നു. അതിന് എണ്ണി കണക്ക് ചോദിക്കും. ഓരോ നിമിഷത്തിനും വേണ്ടിയിട്ട് എണ്ണി, എവിടക്കാ നീ ഇതൊക്കെ ചെലവഴിച്ചത്? നീ പച്ചക്കള്ളം പറഞ്ഞില്ലേ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമാത്തി ലില്ലാഹി, എന്നിട്ട് നീ എവിടക്കാ പോയത്? ഏത് പാർട്ടിയാ നിന്നെ നയിച്ചത്? ഏത് നേതാക്കളാ നിന്നെ നയിച്ചത്? ഏത് താല്പര്യമാണ് നിന്റെ മനസ്സിൽ കെട്ടിക്കിടന്നിരുന്നത്? അതുകൊണ്ട് ഈ ജുമാ കഴിഞ്ഞാൽ പോലും ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ്, ഈ ദുആ കഴിഞ്ഞ് നിങ്ങൾ ഭൂമിയിലേക്ക് വിഭവത്തിന് വേണ്ടി ഭൗതികമായ കാര്യങ്ങളിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു പോകുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ഫദ്കുറുല്ലാഹ കസീറൻ, ധാരാളമായി അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ വിജയിക്കുകയുള്ളൂ. ലഅല്ലക്കും തുഫ്ലിഹൂൻ. അതുകൊണ്ട് ഇതാണ് ഇസ്ലാം. കുറച്ച് പണിയാണ്. ഇതുകൊണ്ടാണ് അമാനത്ത് മല ഏറ്റെടുത്തില്ല, പർവ്വതങ്ങൾ ഏറ്റെടുത്തില്ല, ആകാശം ഏറ്റെടുത്തില്ല എന്നൊക്കെ അള്ളാഹ് പറയുന്നത്. ഇതെങ്ങാനും പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാൽ പർവ്വതം അങ്ങ് തകർന്ന് തരിപ്പണമായി മാറും. എന്നാൽ ഇതൊക്കെ ഏറ്റെടുത്ത മനുഷ്യൻ ഇങ്ങനെ വളരെ സുജായിയായിട്ട് അങ്ങനെ നടക്കും എന്നൊക്കെ അള്ളാഹ് പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, മരണം അതൊരു ചിന്തയാണ്, ചിന്തയാണ്. അങ്ങനെ ആയിരിക്കണം നമ്മൾ. ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മളുടെ മക്കളെ അതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്, സമൂഹത്തെയും തലമുറയൊക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മുടെ മരണമുഖത്തേക്ക് അവരെയൊക്കെ കൊണ്ടുവരുന്ന അവസ്ഥയിലുള്ള ചർച്ചകളും സംസാരങ്ങളും പ്രയോഗങ്ങളും ഒക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും.